അടിപൊളി സാധനം വണ്ടി ഓവറോൾ അതിന്റെ ഫുൾ സസ്പെൻഷനും അതിന്റെ ലുക്സും എല്ലാം മാറിയിട്ടുണ്ട്. സീറ്റ് ആണെങ്കിലും. ബുക്കിംഗ് എടുക്കുന്നുണ്ടോ? ബുക്കിംഗ് ഇല്ല, അത് കിട്ടത്തില്ല. 10-20 വണ്ടികളൊക്കെ ഇറക്കിയിട്ടുള്ളൂ. 440 ഈ എഞ്ചിൻ വെച്ചിട്ട് വല്ലതും അത് ലോഞ്ച് ആവുന്നു അവർ പറയും. ഇപ്പോൾ ലോഞ്ച് ആയിന്നും പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഷോറൂമിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 210 എടുക്കുന്നതായിരിക്കും അതോ 200? എന്തിനാണ് 200 എടുക്കുന്നത്? ഇപ്പോഴത്തെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ പ്രശ്നം. സൂമിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ സൂം എത്ര റൗണ്ടോട് വരുന്നുണ്ട്? അതുപോലെ തന്നെ ഇതേ ഹാർലിയുടെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ കുറഞ്ഞൊരു വിലയ്ക്ക് ഒരു ഹാർലി എടുക്കാന്ന് പറഞ്ഞാൽ അതും ഹാർലിയുടെ പക്ക ക്വാളിറ്റിയിലില്ലേ? പക്ക അത് പ്രൊഡക്ഷൻ എല്ലാം ഹാർലിയാണ്. ഹാർലി ഡേവിഡ്സൺ 25,000 രൂപയ്ക്ക് ഓഫറിന് കൊടുക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് പീസ് മാത്രമേ ഹാർലി ഡേവിഡ്സനും അതുപോലെ തന്നെ കരീസ്മയൊക്കെ ഉള്ളൂ. നല്ല വിലക്കുറവിലാണ് നിലവിലിത് ഹീറോ പ്രീമിയം നമ്മുടെ കോട്ടയം നാട്ടകത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് കയറി ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഓഫർ നടക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ. സോ യെസ്, നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഹീറോ പ്രീമിയയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ നമ്മുടെ മെയിനായിട്ടും നോക്കുന്നത് എക്സ്പൾസ് 200, അതുപോലെ തന്നെ 210, അതുപോലെ തന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ X440 ആ സീരീസിലുള്ള വണ്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ 210, സൂം 160 അതുപോലുള്ള ഹീറോയുടെ പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികളാണ് നിലവിലുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിവിടെ നിലപ്പിക്കാനുള്ളത് ബ്രോ പേര് പറഞ്ഞു അമൽ സെയിൽസ്മാൻ. ഓക്കെ. അപ്പം നമുക്ക് ബ്രോ മെയിനായിട്ടും അറിയേണ്ടത് വണ്ടികളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ വണ്ടിയുടെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്, മാസം എത്ര രൂപ അടവൊക്കെ വരും, നമുക്ക് ആറിലേക്ക് എത്ര രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും വീട്ടിൽ, അങ്ങനെയുള്ള നമുക്ക് സിവിൽ ബേസ്ഡ് ആണ് വരുന്നത്. എന്നാലും നമുക്ക് ഏകദേശം ഒരു 40 രൂപ 30 രൂപ റേഞ്ചിലൊക്കെ ഇറങ്ങാൻ പറ്റില്ലേ? നല്ല സ്കോറുണ്ട്, അത്യാവശ്യം നന്നായിട്ട് അടഞ്ഞു പോയ ട്രാക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 25 രൂപ അടച്ചാലും വേണമെങ്കിൽ ഇറക്കാൻ സാധിക്കും. മന്ത്ലി EMI അടവ് കൂടി വരും. ആദ്യം എത്ര അടയ്ക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മന്ത്ലി EMI വരുന്നത്. കുറച്ച് എമൗണ്ട് കുറച്ച് വേണം മന്ത്ലി വരണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പേയ്മെൻറ്റ് അടച്ചിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിലവിൽ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർലി ഡേവിഡ്സന് അതുപോലെ തന്നെ എക്സ്പൾസൊക്കെ ഓണത്തിന് എന്തെല്ലാം ഓഫറാണ് നിലവിൽ നിൽക്കുന്നത്, അതുപോലെ പുതിയ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാലും ഓഫറും കാര്യങ്ങളൊക്കെ നിലവിൽ പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിലവിലുള്ള ഓഫർ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ്പൾസ് 200 വേണ്ടവർക്ക് എക്സ്പൾസ് 200 4Vയും ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അവൈലബിൾ ആണ്. സോ ബ്രോ, നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഏത് വണ്ടിയിൽ നിന്ന് തുടങ്ങാം? എക്സ്പൾസ് 200 തന്നെ തുടങ്ങാം. ഓക്കെ. 200 നമുക്ക് ഇവിടെ ഇപ്പോൾ ഓൺ റോഡ് കറന്റ് വരുന്നത് 185 സംതിങ് ആണ് വരുന്നത്. 84 സംതിങ്ങേ വരത്തുള്ളൂ, 85 താഴെ വരത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു 6,000 രൂപ ഒരു ഓഫർ ഇപ്പോൾ തന്നെ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഓണ ഓഫർ പ്രമാണിച്ചൊക്കെ ഉള്ള ഓഫറാണ്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ അതൊരു 6,000 രൂപയോളം വരും. ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണും, എന്തായാലും ഒരു ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഉണ്ടായാലും മതി. കോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പാസ്ബുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വെക്കണം, നമുക്ക് ഒരു 6,000 രൂപ ഡിസ്കൗണ്ട് വരും. അത് കുറഞ്ഞ് വരുമ്പോൾ ഓൺ റോഡ് 179 കുറയും. അപ്പം അതൊരു നല്ലൊരു പ്രൈസിലാണ് കിടക്കുന്നത്. 200cc ഒരിക്കലും നമുക്കൊരു 179 കിട്ടത്തില്ല. അതുപോലെ ഓഫ് റോഡർ എന്ന് പറഞ്ഞാൽ പ്യൂർ ഓഫ് റോഡർ. അപ്പോൾ നമുക്ക് ഈ 210ഉം ഈ 200 ആയിട്ട് എത്ര രൂപയുടെ ഡിഫറൻസോളം വരുന്നുണ്ട്? 200 ആയിട്ടൊരു 20-30K വ്യത്യാസം, ഏകദേശം 30,000 രൂപ ഡിഫറൻസോളം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഷോറൂമിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 210 എടുക്കുന്നതായിരിക്കും അതോ 200? എന്തിനാണ് 200 എടുക്കുന്നത്? ഇപ്പോഴത്തെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ പ്രശ്നവും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ കിട്ടാനുള്ള അവൈലബിലിറ്റി ഒക്കെ, സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഈ 200 ആണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി കിട്ടും, സ്പെയർ കിട്ടാൻ എളുപ്പമാണ്. നമുക്ക് പാർട്സിന്റെ അവൈലബിലിറ്റി എല്ലാം, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും, സർവീസ് കോസ്റ്റ് കുറവാണ്. ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, വേറെ ലെവലാണ് വണ്ടി. അതായത് നമുക്ക് ഓഫ് റോഡ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര രൂപ അടച്ച് നമുക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും ബ്രോ? ഇതൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 15 രൂപ 20 രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞ ഇറക്കാൻ പറ്റും. മാക്സിമം അതിലും കുറച്ച് ഇറക്കണമെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ചെയ്ത് കൊടുക്കും. സിവിൽ ബേസ്ഡ് ആണ്. നമുക്ക് ആ ട്രാക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമ്മളങ്ങനെ അതിനെ നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. ഇല്ല, മാക്സിമം കൂടുതൽ അടയ്ക്കുവാണെങ്കിൽ അത്ര നല്ലത്. നമുക്ക് ആദ്യം കൂടുതൽ എമൗണ്ട് അടയ്ക്കുവാണെങ്കിൽ മന്ത്ലി അടവ് കുറഞ്ഞിരുന്നുള്ളൂ. അതെ. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം എന്താ പറയുക, എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ വന്നെടുക്കാം. അതിനാണ് ഈ ഒരു റേഞ്ചിൽ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇത് 210 കാര്യം പറയാം. 210 കാര്യം നോക്കാനാണെങ്കിൽ എക്സ്പൾസ് 200 ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള കുറച്ച് കേപ്പബിലിറ്റി ടൂറിങ്ങിന് കൂടും. ടൂറിങ്ങിന് നമുക്ക് ഹൈവേ കൂടെ ഒരു 80-90 ആയിരുന്നു ഈ വണ്ടിയുടെ ഒരു സ്പീഡ്. 90 അല്ല, ഒരു 80-85 സ്പീഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ ഇതിൻ്റെ ലോഞ്ചിൽ രാജസ്ഥാനി വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എനിക്കൊരു അവിടുത്തെ റോഡിൽ, അത്രയും നല്ല റോഡിൽ എനിക്കൊരു 110-ലൊക്കെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം 30,000 രൂപ അത് വെർത്താണ്.
അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ട് ഓൺ റോഡ്? ഇതിനിപ്പോൾ നമുക്കൊരു 2.17 താഴെ ഉള്ളൂ, 2.16 വരും. അതിനും ഈ പറയുന്ന പോലെ കോപ്പറേറ്റീവ് ബാങ്കിന് ഡിസ്കൗണ്ട് വരും. 2.16 നിന്ന് പിന്നെ 6,000 രൂപ നമ്മൾ കുറയും. 2.10 ഓൺ റോഡ് വരത്തുള്ളൂ. ഈ ഓണം ഓഫറാണോ അതോ? ഓണം ഓഫറാണ്, ഇത് നോർമലി ഉള്ള ഓഫറുമാണ്. ഓണം ഓഫർ പ്രമാണിച്ച് നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് അതിൻ്റെ കൂടെ വരും. നമുക്കൊരു ചിങ്ങ 1 ആകുമ്പോഴാണ് നമുക്ക് ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. നമുക്ക് ആ ഒരു കറണ്ട് പ്രൈസ് വെച്ചുള്ളൊരു ഇതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് കാറിലൊക്കെ എത്ര വരും ബ്രോ? എന്നാലും ഇതിനൊക്കെ സെയിം നമുക്ക് 200 രൂപ തന്നെ നമുക്ക് സെയിം പ്രൈസ് തന്നെ. അതൊരു 25 രൂപ 30 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ച വണ്ടിയാണ്. പിന്നെ ഒരു മാസാടവിൽ ഒരു 5,000 രൂപ 6,000 രൂപ റേഞ്ചൊക്കെ വരും. നമ്മൾ കുറഞ്ഞൊക്കെ ആണെങ്കിൽ ഒരു 8,000 രൂപ 7,000 രൂപ വരെയൊക്കെ മന്ത്ലി വരും. അത്രയൊക്കെ വരത്തുള്ളൂ ഈ ലോസ്റ്റ് അടച്ചാലും. അപ്പം 200 ഏകദേശം അത്രയൊക്കെ വരുമല്ലേ? ശരി, 500 മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ര വലിയ ഡിഫറൻസ് വരത്തില്ല. ഒരു 500 റേഞ്ചിലൊക്കെ ഡിഫറൻസ് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഹാർലിയുടെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ കുറഞ്ഞൊരു വിലയ്ക്ക് ഒരു ഹാർലി എടുക്കാന്ന് പറഞ്ഞാൽ അതും ഹാർലിയുടെ പക്ക ക്വാളിറ്റിയിലില്ലേ? പക്ക ഇത് പ്രൊഡക്ഷൻ എല്ലാം ഹാർലിയാണ്. നമ്മൾ ഹീറോ ആണ് വണ്ടി ഉണ്ടാക്കുന്നുള്ളൂ. പാർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർലി തന്നെയാണ്. എഞ്ചിൻ കേസും ബാക്കി ഫുഡ് ഡ്രസ്സിലാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹാർലിയുടെ ബാഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ഹാർലിയുടെ ബാഡ്ജ് മാത്രമല്ല ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പം നിലവിൽ പുതിയ വരുന്ന ടി വേരിയൻ്റ് ആണ്. ടി എന്ന് പറയുമ്പോൾ ടൂറിംഗ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നില്ലേ? ഇങ്ങോട്ട് ഇരുന്നാ ബ്രോ. ഇതൊരു ക്രൂസർ സെഗ്മെന്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതൊരു ക്രൂസർ സെഗ്മെന്റ് ആണ്. അത്യാവശ്യം ഒരു ടൂറിംഗ് കേപ്പബിലിറ്റി ഉള്ള രീതിയിലാണ് ഇറക്കിയേക്കുന്നത്. ഇപ്പം മറ്റേ വണ്ടി ഇറങ്ങുന്നുണ്ടോ? എക്സും ഉണ്ട്, നമുക്ക് രണ്ടും ഉണ്ട്. ഇതാണെങ്കിൽ ഒരു പുതിയൊരു അപ്ഡേഷനോട് കൂടി നമുക്ക് ആ ഹാൻഡിലൊക്കെ ഇച്ചിലൂടെ അപ്ഗ്രേഡ് ആക്കി. ഇത് നമ്മൾ നേരിട്ട് നമ്മൾ ഫോട്ടോ കൂടെ കാണുന്നില്ല കേട്ടോ. നല്ല ബൾക്കും നമുക്ക് റോഡ് പ്രസൻസ് ഉള്ള മോഡലാണ്. ഇപ്പം വഴി കൂടെ പോകണ ആരാലും നോക്കും. ഇപ്പം ഹാർലി ആണെന്നുള്ള ഇപ്പം ടോട്ടലി മറ്റേ ഇതിനെ എക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ഒരു പ്രോപ്പർ ഹാർലി സ്പെക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. നമുക്ക് ബാക്ക് വശം കാണുമ്പോഴേ നമുക്ക് ഒരു ഫീലുണ്ട്. അപ്പം ആ ഒരു എക്സോസ്റ്റിൻ്റെ ഡിസൈൻ പലരും പറഞ്ഞ ഒരു പോരായ്മ ഈ ഒരു കവറിങ് വന്നതോടുകൂടി മാറിയെന്ന് തോന്നുന്നില്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും? ഇതിൻ്റെ ഓൺ റോഡ് നമുക്കൊരു 374 വരും. 374 വരില്ലേ? ഇത് നമുക്ക് എത്ര ലോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ സാധിക്കും? 370 വരും കേട്ടോ. 370 വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ലോസ്റ്റ് നമുക്ക് 50 രൂപ 40 രൂപ താഴെ 50 രൂപ 40 രൂപ താഴെ നമുക്ക് അടക്കാൻ പറ്റും. കുറവ് കഴിഞ്ഞാൽ മന്ത്ലി ഇ എം ഐ ഒരു 10 രൂപ 6 രൂപ കാറിൻ്റെ ഇ എം ഐ വെച്ച് കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതൊരു ഹാർലിയാണ്. നമുക്കൊരു തുടക്കക്കാരനൊരു ഹാർലി വില ബഡ്ജറ്റ് ഹാർലി എന്ന് പറഞ്ഞാലും നമുക്ക് ഹീറോയുടെ ഷോറൂമിലാണ് ഇത് പ്രീമിയം കൂടെ വിൽക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് അത്രയും പ്രീമിയം ഫീലാണ് ഷോറൂമിൽ വന്നാൽ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഫീൽ ചെയ്യുന്നതും അത്രയ്ക്ക് പ്രീമിയമാണ്. അപ്പോൾ ആ ഒരു പ്രീമിയനെസ്സിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു കണ്ണിൽ ഈ ഒരു വണ്ടി അത്യം പറഞ്ഞാൽ ഉടക്കി, പ്രത്യേകിച്ച് ഈ ഒരു കളർ കേട്ടോ. ഇത് മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു കളർ. ഗോപ്രോയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് ഞാൻ എന്തായാലും ലെയർ ആഡ് ചെയ്തേക്കാം. അപ്പം നമുക്കൊരു 10 രൂപ ആ റേഞ്ചൊക്കെ വരും. അതിന് താഴെ വരുമായിരിക്കും. നമുക്ക് അതിനകത്ത് താഴെ വരും. 8 രൂപ 10 രൂപ റേഞ്ച് വരും. നമുക്ക് 40 രൂപ അടയ്ക്കാൻ. ഓക്കെ. അതാണ് ഹാർലിയുടെ കാര്യം. മറ്റേ വണ്ടിക്ക് എത്ര രൂപ വരും? നമ്മുടെ ഹാർലി ഇതിനും താഴെ വരത്തുള്ളൂ. ഒരു 165 റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്പൾസിൻ്റെ ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പൾസിൻ്റെ 440 ഈ എഞ്ചിൻ വെച്ചിട്ട് വല്ലതും അത് ലോഞ്ച് ആവുന്നു അവർ പറയും. ഇപ്പോൾ ലോഞ്ച് ആയെന്നും പറയുന്നുണ്ട്. ഇപ്പം പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പേഴ്സണലി ഞാൻ അവിടെ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ ഇതുവരെ അവർ പോലും ഒരു കുറച്ച് മോഡൽസ് ഇനി വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും 400 ഒക്കെ ഇറങ്ങത്തുള്ളൂ. എന്തായാലും നെക്സ്റ്റ് ഇയർ ഒക്കെ നോക്കാം. ഓക്കെ. അപ്പം ഈ അടുത്ത കുറച്ച് നാളുകൊണ്ട് നമ്മുടെ എക്സ്പൾസിൻ്റെ അല്ലെങ്കിൽ ഹീറോയുടെ ഒന്നും ലോഞ്ച് ഇപ്പം നിലവിൽ കുറച്ചാളുകൊണ്ട് ഇല്ല. പ്രൊഡക്ഷൻ വളരെ കുറവാണ്. കൂടുതലും നമുക്ക് നോർത്ത് സൈഡിലോട്ടൊക്കെ വണ്ടി കയറി പോകുന്ന കാരണം നമുക്കിപ്പം ഇവിടെയാണെങ്കിലും നമ്മൾ ബുക്കിംഗ് അനുസരിച്ചാണ് വണ്ടി കൊടുക്കുന്നത്. ട്യൂറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മന്തോളം എടുക്കും. 1 മന്തോളം എടുക്കുമല്ലോ. താഴെ തരാൻ പറ്റും. നമുക്ക് കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് പറയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പൾസ് 210 ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ആദ്യം വന്ന പോലുള്ള ലൈഫ് സ്റ്റോക്ക് അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. വണ്ടിക്ക് ഇച്ചിരൂടെ ഇമ്പ്രൂവ്മെന്റ് ക്വാളിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും ഓവറോൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്നൊരു എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളാണെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ അത് തിരുത്തി നമുക്കത് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ വണ്ടി ഇറക്കുന്നതിൽ ഹീറോ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാര്യം എക്സ്പൾസ് 4V ഇറങ്ങിയപ്പോൾ അവർ എല്ലായിടും ഇറങ്ങിക്കഴിഞ്ഞു ഇവിടെ ഇറക്കിയത്. കാര്യം അത്രയ്ക്ക് യൂണിറ്റ് വിറ്റ് പോയൊരു മോഡലാണ് കേരളത്തിൽ എക്സ്പൾസ് ഏറ്റവും കൂടുതൽ. അവർ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഓഫ് റോഡിംഗ് ആണെങ്കിലും ഇപ്പം ഹിമാലയൻ ആലീസ് പോയ ഇതിലാണെങ്കിലും ഒരുപാട് അവാർഡ്സും ഉണ്ട്. ഇഷ്ടംപോലെ ക്ലബ്ബുണ്ട്. എല്ലാ മോട്ടറിംഗ് ക്ലബ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൂമിൻ്റെ കാര്യം നോക്കാം അല്ലേ? സൂം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും നേരിട്ട് കാണുന്നത് കേട്ടോ.
സൂമിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ സൂം എത്ര ഓൺ റോഡ് വരുന്നുണ്ട്? സൂമിന് നമുക്കൊരു 170 റേഞ്ചിലേക്ക് ഓൺ റോഡ് വരും. 170 പ്രൈസ് പറയാം. ആ 184 ഓൺ റോഡ് വരും. 184. അപ്പം അതിനുള്ളൊരു വണ്ടി ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അല്ലേ? ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. അതുപോലെ തന്നെ 15 പോയിന്റ് സംതിങ് എന്തോ BHP കാറിലൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു ADB സെഗ്മെന്റിലുള്ളൊരു സ്കൂട്ടർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലില്ല. ബഡ്ജറ്റ് സെഗ്മെന്റ് എന്നാലും നമുക്ക് ആ ഒരു റൈഡിംഗ് കംഫർട്ട് ഉറപ്പായിട്ട് അതിൽ കാണും. നമ്മളിപ്പോൾ ടൂറിങ് നോക്കുന്നവരാണെങ്കിലും ഗിയർ സെറ്റപ്പ് ഇല്ല, അത് വെച്ച് ലേസി ആയിട്ടൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നിലവിൽ ഡെലിവറിക്ക് വേണ്ടി വെച്ചിരുന്നത്. ഭാവിയിലോട്ട് നമ്മൾ ഒരു മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ എല്ലാവരും സ്കൂട്ടേഴ്സിലോട്ട് മാറുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്കിപ്പം അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കാലിറ്റി, അതായത് യൂട്ടിലിറ്റി മറന്ന് ടൂറിങ് നോക്കുന്നവരാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇതിന് മൈലേജ് ഒക്കെ എന്താ ഇങ്ങനെ കസ്റ്റമർ? മൈലേജ് നമുക്കൊരു 35-40 പറയുന്നത്. ഓക്കെ. ഇത് നമുക്ക് മാസം ഒരു അല്ല ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കേണ്ടി വരും? ഇതും സെയിം. നമുക്ക് ആ ഒരു പ്രൈസ് ഒക്കെ ഈ ഒരു എക്സ്പെർസിന്റെ പ്രൈസിൽ തന്നെ നമുക്ക് ഇതിലും ഇറങ്ങാം. ഒരു 25 രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ബ്രോ ഈ ഫോൺ അപ്പോൾ ബ്രോ നമ്മുടെ ഈ XMR നമ്മുടെ പ്രീമിയം ത്രൂ അല്ലേ വെക്കുന്നത്? XMR പ്രീമിയം ത്രൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഇല്ല, ഇരിപ്പില്ല. അതുകൊണ്ടാണ് നമുക്ക് വണ്ടിയുടെ ഡിസ്പ്ലേ ഇല്ലാത്തത്. ഉണ്ട്, നമുക്ക് കരിസ്മ ഉണ്ട്. നമുക്ക് ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നിലവിലൊരു കോമ്പാക്ട് എഡിഷൻ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് എഡിഷൻ വളരെ ലിമിറ്റഡ് പീസസ് ആണ്. അതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഓരോരോ മെയിൻ ഡീലേഴ്സ് ഓരോരോ ഓണേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിരിക്കുന്നത് മെഗാലുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എറണാകുളത്തില്ലേ. അടിപൊളി സാധനം വണ്ടി ഓവറോൾ അതിന്റെ ഫുൾ സസ്പെൻഷനും അതിന്റെ ലുക്സും എല്ലാം മാറിയിട്ടുണ്ട്. സീറ്റ് ആണെങ്കിലും. ബുക്കിംഗ് എടുക്കുന്നുണ്ടോ? ബുക്കിംഗ് ഇല്ല, അത് കിട്ടത്തില്ല. 10-20 വണ്ടികളൊക്കെ ഇറക്കിയിട്ടുള്ളൂ. അത് ഇതുപോലെ തന്നെ ഒരു ഓൺ റോഡൊക്കെ പറഞ്ഞ് ഒരു 5 രൂപ താഴെ വരും. 5 രൂപ താഴെ വരും. അപ്പോൾ 200cc ഒരിക്കലും 5 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ആരും ഒരിക്കലും നമുക്ക് കോമ്പറ്റീഷൻ നോക്കി കഴിഞ്ഞാൽ പോലും അത് എടുക്കാൻ ചാൻസ് കുറവാണ്. പ്രൈസ് ആയതുകൊണ്ടൊക്കെയാണ് പിന്നെ അത് ലിമിറ്റഡ് ആക്കി ഇറക്കിയത്. സ്പെഷ്യലായിട്ട് ഇരുന്നുള്ളൂ. വണ്ടി ഇറങ്ങിയിട്ട് 3 വർഷം XMR ഇറങ്ങിയിട്ടാണ് ആ ഒരു സംതിങ് ആയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹീറോയുടെ ഷോറൂമിൽ. പിന്നെ മറ്റേ വണ്ടി പ്രീമിയലല്ലല്ലോ, Zoom 125. Zoom 125 പ്രീമിയം 2.0ലാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് അത്യാവശ്യം നല്ല ഓഫറാണ് എല്ലായിടവും നടക്കുന്നത്. നമ്മുടെ ഹാർലി, അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഈ വണ്ടി ഷോറൂം വഴി നമ്മൾ വെളിയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെളിയിൽ കൂടി ഇങ്ങനെ പോയ സമയത്ത് നമ്മൾ പ്രീമിയം ഷോറൂം ഇങ്ങനെ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഭംഗി തോന്നിയപ്പം കയറിയതാണ്. അപ്പം ഒരു 25 ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം, നമുക്ക് വേണമെങ്കിൽ ഇറക്കാം. ഞാൻ പക്ഷേ അതൊന്നും പേഴ്സണലി സജസ്റ്റ് ചെയ്തില്ല. അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്ത് ഇറക്കുവാണെങ്കിലേ നമുക്ക് എന്താ പറയുക, വണ്ടിയൊക്കെ നല്ല അടവൊന്നും ഇല്ലാത്ത രീതിയിൽ വണ്ടിയിലൊക്കെ റൈഡൊക്കെ പോയി പൈസയൊക്കെ സേവ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാം. ഇല്ലേ നമ്മൾ വർഷം ഇങ്ങനെ മാസം പറക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. പിന്നെ സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസൊക്കെ പറയണമെങ്കിൽ ഇഷ്ടമൊന്ന് കാറ് കമൻറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്പ്ലെൻഡറിൻ്റെയും CD ഡിലക്സിൻ്റെയും ഗ്ലാമറിൻ്റെയും എക്സ്ട്രീമിൻ്റെയൊക്കെ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.